ഉയർത്തിക്കാട്ടെ, എല്ലാവരും ഉയർത്തിക്കാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എന്റെ യേശു എനിക്ക് വിശ്വസ്തനാണ്. അവൻ വാക്കുമാകാത്തവനാണ്. അവന്റെ സാന്നിധ്യം വലിയതാണ്. യേശു എന്നെ നടത്തി എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവനാണ്. അവൻ മതിയായവനാണ്. ഈ ലോകത്തിൽ മതി എന്ന് പറയുവാൻ ആർക്ക് കഴിയും? ഈ ലോകത്തിൽ യേശു മാത്രം മതി എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഒരു തൃപ്തിയുണ്ടാകുന്നു. യേശുവിനോട് കൂടിയുള്ള യാത്ര, അതാണ് എന്റെ ജീവിതത്തിന്റെ തൃപ്തി, അതാണ് എന്റെ സന്തോഷം. യേശുവെ നീ മതി എനിക്ക്. രോഗശയ്യയിൽ അവൻ എനിക്ക് വൈദ്യനാണ്. ഇന്ന് രോഗികളായി ഇവിടെയുള്ളവർ, രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ആ രോഗത്തിന്റെ ദൈവത്തിന്റെ കരുതലിലേക്ക് അവൻ സൗഖ്യദായകനാണ്. യേശു എത്ര നല്ലവനാണ്. അവൻ സൗഖ്യദായകനാണ്. വെയിലിൽ തളർന്നു പോകുവാൻ സാധ്യതയുള്ളപ്പോൾ അതിന്റെ മധ്യത്തിൽ അവൻ എന്നെ തകരാതെ കാട്ടുന്നവനാണ്. ആ കൊടും വെയിലിന്റെ ചൂട് അതിനെന്നെ തളർത്തി കളയുന്നവനല്ല എന്റെ യേശു. അവൻ എന്നെ ശക്തനാക്കുന്നവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ എന്റെ സൗഖ്യമായ എന്നെ ശക്തീകരിക്കുന്നവൻ എല്ലാവരും ആ കൈവന്റെ കയ്യിൽ കളികൊണ്ടാവുന്നു. ഈശോന്റെ കയ്യിലെ കളിമണ്ണിരിക്കുമ്പോൾ പൊട്ടിപ്പോകുവാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പൊട്ടിപ്പോയിട്ട് വീണ്ടും വീണ്ടും അവന്റെ കൈകളിൽ ചേർത്ത് വീണ്ടും പണിയുന്നവന് കുശവന്റെ കയ്യിലെ കളിമൺ പോലെ എന്റെ ജീവിതം. ആ കുശവന്റെ കയ്യിൽ കളിമണ്ണായിരുന്നപ്പോൾ തന്നെ ഞാൻ തകർന്നു പോയതാ, ഞാൻ വീണു പോയതാ. പക്ഷേ അവൻ എന്നെ പിടിച്ചുയർത്തി വീണ്ടും അവൻ എന്നെ രൂപപ്പെടുത്തി നല്ല പാത്രമാക്കി തീർക്കാൻ അവന് സാധ്യമാണ്. എന്റെ യേശു കുശവനായ യേശുവിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. അതിന്റെ താഴ്വരയിൽ ദീപമായി എന്റെ യേശു അന്ധകാലം എന്റെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി, എന്താണ് എന്റെ ഭാവി എന്ന് കരുതി വിഷമിച്ചപ്പോൾ, വ്യാകുലപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നത് എന്റെ യേശുവാണ്. എന്റെ പ്രിയൻ